മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് തന്നെയാണ് യേശു സംസാരിക്കുന്നത്. ഈ ലോകത്തിലെ സകല മനുഷ്യരോടും യേശു സംസാരിച്ചു. അതിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ വേദനകൾ നന്നായി അറിയുന്ന യേശു ഇന്ന് പകൽ നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ടവർ, യേശു ഈ താണഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിന് വേണ്ടിയാണ്, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. എന്തിനാണ് യേശു വന്നത്? നാം ഓരോരുത്തരും പിതാവിൽ നിന്ന് അകന്നുപോയ സ്ഥാനത്ത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു വന്നത്. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു 80 വർഷം കൊണ്ട് അവസാനിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം? അത്ര ക്ഷണികമാണോ നമ്മുടെ ജീവിതം? അല്ല, അങ്ങനെ അവസാനിക്കാൻ പാടുള്ളതല്ല. അത് തിരിച്ചു പിടിക്കേണ്ടതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. നിത്യനായ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ നിത്യനായ ദൈവത്തിൻ്റെ സൃഷ്ടി കേവലം ഒരു 80 വർഷം കൊണ്ട് അവസാനിക്കുന്നത് ദൈവം കണ്ടു നിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു വന്നത്. യേശു പറഞ്ഞു, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഈ ഭൂമിയിലെ സകല മനുഷ്യരോടും യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ആദിയിൽ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തിലേക്ക്, ഭവനത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കലേക്ക് നിങ്ങളിപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവമൈതലേ, നിങ്ങൾ മകനാണ്. യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ മക്കളാകും. അതെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന പദവി ദൈവ മകൻ എന്ന പദവിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിത്യനാണെങ്കിൽ ദൈവത്തിൻ്റെ മകനും ദൈവം കൊടുക്കുന്ന നിത്യജീവനാണ്. അതത്ര ക്ഷണികമല്ല. അന്തമില്ലാത്ത ഒരു ജീവനിലേക്ക് ദൈവം വിളിക്കുകയാണ്. യേശുവിനോട് കൂടെയുള്ള നിത്യവാസത്തിലേക്ക് വിളിക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ച് നഷ്ടപ്പെട്ടു പോയ പിതാവിങ്കിലേക്കും ഭവനത്തിലേക്കും ബന്ധത്തിലേക്കും മടക്കി വരുത്തുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.